ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിനെ കാത്ത് പ്രകാശനും രാഹുൽ ഇങ്ങനെ ഇരിക്കാട്ടോ. പ്രകാശൻ പറഞ്ഞിട്ട്, അയ്യോ ഈ ഭക്ഷണം മേടിക്കാൻ പോയവൻ എവിടെ പോയി, വിശന്നിട്ടാങ്കിൽ കൊടല് കറിയാ, വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഇങ്ങനെ വിക്രത്തിനെയും കാത്തിരിക്കണം. അപ്പൊ വിക്രം അങ്ങോട്ടേക്ക് ഭക്ഷണം ഇട്ട് വരുന്നുണ്ട്. പ്രകാശൻ ചോദിക്കണ്ടേ, എടാ മോനെ നീ ഇത് എവിടെയായിരുന്നുടാ, വിശന്നിട്ടാണെങ്കിൽ വയ്യ, ഭക്ഷണം എടുക്ക് എന്ന് പറയുമ്പോ വിക്രം പറയുന്നുണ്ട്, ഒന്നും പറയണ്ടച്ചാ, വരുന്ന വഴിക്ക് രണ്ട് പോലീസ് ജീവക്കാര് ജീപ്പ് നിർത്തി എന്റെ അടുത്തേക്ക് നിന്നു. എന്നിട്ട് നിന്നെ അവർ തിരിച്ചറിഞ്ഞോ, നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്? ഇല്ല അച്ഛാ, അവരാ കടയിലേക്ക് വന്നതാ, പക്ഷെ എന്റെ നെഞ്ചിരിപ്പ് അങ്ങോട്ട് കൂടിപ്പോയി. അയ്യോ അതാ നിന്നോട് പറഞ്ഞതിനാ പുറത്തൊന്നും പോകണ്ടെന്ന് എന്ന് പ്രകാശം പറയുമ്പോ രാഹുൽ പറയണ്ട്, എടാ പ്രകാശ വിട്ടേക്കടാ, ഒരു പോലീസുകാരെ കണ്ടിച്ച് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം രാഹുലെ. അതെന്തെങ്കിലും ആവട്ടെ, വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതന്നെ രാഹുലിന്റെ ഫോൺ ബെല്ലടിക്കാട്ടോ. ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഫോൺ എടുക്കുക. ഹലോ എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് ആട്ടോ. ഹലോ, ഇത് രാഹുൽ സാർ അല്ലേ? അതെ, ഇതാരാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ പേര് ഗംഗപ്രസാദ് എന്നാണ്. ഗംഗപ്രസാദോ, അതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും സാറിന് സാറിന് ചിലപ്പോ എന്നെ അറിയാൻ പറ്റില്ലേക്കും, പക്ഷെ എനിക്ക് സാറിനെ നന്നായിട്ട് അറിയാം. ഇപ്പൊ ഒളിവിൽ താമസിക്കുകയാണല്ലേ സാറിന്റെ അനന്തരവനെ ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ച് ഗുണ്ടകൾ ഏർപ്പാടാക്കിയല്ലോ. ഏർപ്പാടാക്കുമ്പോ നല്ല ഗുണ്ടകൾ ഏർപ്പാടായിക്കൂടെ? നോക്ക്, ഞാനൊരു കാര്യം പറയാം, ഞാൻ സാറിന്റെ ശത്രുവല്ല, മിത്രമാണ്. നമ്മുടെ രണ്ടുപേരുടെ ശത്രു ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഒന്ന് കണ്ടൂടെ എന്ന് ചോദിക്കുകയാണ്. രാഹുൽ പറയണ്ടേ, കാണാൻ പറ്റുമെന്നില്ല എന്ന് പറയാണ്. സാറിനെ കാണാൻ വന്നില്ലെങ്കിലും സാറിനെ കാണാൻ വേണ്ടി സാർ ഉള്ളിടത്തേക്ക് ഞാൻ ചിലപ്പോ വന്നെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നിടത്തേക്ക് അല്ലെങ്കിൽ സാർ പറയുന്നിടത്തേക്ക് ഞാൻ വരാം എന്ന് പറയാണ്. രാഹുൽ കുറച്ചുനേരം ആലോചിക്കുന്നുണ്ട്. ശേഷം പറയാണ്, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്നിടത്തേക്ക് നീ വരണം. ശരി, ഞാൻ വരാം. അതിനുവേണ്ടി ഞാൻ കോൾ വെയിറ്റ് ചെയ്യും. ശരി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഫോൺ കെട്ടിയാണ്. ആരാടെ രാഹുലെ വിളിച്ചത് എന്ന് പ്രകാശൻ ചോദിക്കുമ്പോ, എനിക്കറിയില്ലടാ, ഏതോ ഒരു ഗംഗപ്രസാദ് എന്റെ മിത്രമാണെന്നോ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ വിക്രം പറയുന്നുണ്ട്, അങ്ങനെ വിശ്വസിക്കില്ല കേട്ടോ, അയാള് ഫ്രോഡ് ആയിരിക്കും, ആ ചന്ദ്രസേനന്റെ ആള് വലുതും ആയിരിക്കും കേട്ടോ, തന്ത്രത്തിൽ കൊണ്ടുപോയിട്ട് നല്ല പണി തരാൻ വേണ്ടി വിളിക്കുകയാണ് എന്ന് പറയുമ്പോ പ്രകാശം പറഞ്ഞിട്ട്, അതേടെ രാഹുൽ, ഇത് അങ്ങനെ തന്നെ ആവാനുള്ളൂ, എന്തോ പണി തരാൻ വേണ്ടി ചന്ദ്രസേനന്റെ ആൾക്കാര് നിന്നെ വിളിക്കണതാണ് എന്ന് പറയുമ്പോ, എങ്കിലേ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് തോക്ക് കയ്യില് ഒളിപ്പിച്ചേക്കണ തോക്ക് ഇങ്ങനെ എടുക്കുവാണ്. ഈ തോക്ക് കണ്ടില്ലേ, രണ്ടുപേരും ഇല്ലാതാക്കിയിട്ട് ഞാൻ പോകുള്ളൂ. ആ രൂപ എന്ന് പറഞ്ഞവളെ, സേനൻ എന്ന് പറഞ്ഞവനെ എന്ന് പറയാണ്. എല്ലാം കളിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്തിനും മരണത്തിന് എനിക്കിപ്പോ പേടിയൊന്നുമില്ല എന്നിങ്ങനെ പറയണേ. എപ്പോഴായാലും മരിക്കണം, പിന്നെന്താ, എന്തായാലും അവന്റെ ഉദ്ദേശം എന്തെന്ന് അറിയട്ടെ. അവൻ പറയാ രണ്ടുപേരുടെ ശത്രുക്കൾ ഒന്നാണെന്ന്, അതുകൊണ്ട് അവനൊന്ന് കാണണം എനിക്ക് എന്നൊക്കെ പറയാണ് രാഹുല്. സൂക്ഷിച്ചു വേണം രാഹുലെ എന്ന് പ്രകാശം പറയുന്നുണ്ട്. അതിനുശേഷം രാഹുല് ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടി ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് പോകുവാട്ടോ. ആരും ഇല്ലാത്തൊരു ഇടത്തേക്ക് പോകുവാണ്. അപ്പൊ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, ഹായ് രാഹുൽ സർ, ഞാൻ ഗംഗപ്രസാദ് എന്ന് പറയാണ്. ആ സമയത്ത് ഹലോ, ഞാൻ രാഹുൽ എന്ന് പറയുന്നുണ്ട്. രാഹുല് ഗംഗപ്രസാദ് പറയുന്നുണ്ട്, അതെ സാറേ, ഞാൻ സാറിന്റെ ഒരു കാര്യം ചോദിച്ചിട്ടെ, സാറിന്റെ അനന്തവനെ ഇല്ലാതാക്കാൻ വേണ്ടി സാർ കുറച്ച് ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയല്ലോ, എന്നിട്ട് ആ ഗുണ്ടകളെ കുറിച്ച് എന്തെങ്കിലും വിവരം സാറിനിപ്പോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഒന്നും മിണ്ടുന്നില്ല. ഗംഗപ്രസാദ് പറയണ്ടേ, സാറേ ഗുണ്ടകളെ വെക്കുമ്പോ കുറച്ച് നല്ല ഗുണ്ടകളെ വെച്ചൂടെ, എന്തായാലും പൈസ ചെലവാക്കുന്നു, അപ്പൊ ആത്മാർത്ഥത ഉള്ളവരെ വെക്കണം. അവര് വിളിച്ചിട്ടില്ലല്ലോ, അവരെ കാര്യങ്ങൾ നടത്തിയില്ല, അത് തന്നെ അവര് വിളിക്കാത്തതിനെ കാരണം. അന്നേ സൈറ്റിലേക്ക് പോയപ്പോഴേക്കും എല്ലാത്തിനും ദൃക്സാക്ഷിയായിരുന്നു ഞാൻ നോക്കിയപ്പോഴേക്കും സാർ അയച്ച ഗുണ്ടകൾ ആ കിരൺ എന്ന് പറഞ്ഞവനെ തല്ലി ചതക്കിയായിരുന്നു. അവൻ മോശക്കാരനല്ലോ, അവൻ സാർ അയച്ച ഗുണ്ടകളെയൊക്കെ തല്ലി ചതച്ച് നല്ല രീതിയിൽ തന്നെ പെരുമാറിട്ടാ വിട്ടത്. ഗുണ്ടകൾ പേടിച്ച് അവിടെ നോടി. അതിനുശേഷം ഞാൻ പറഞ്ഞയച്ച ഗുണ്ട കറക്റ്റ് സമയത്ത് അവിടെ എത്തി കിരണിന്റെ പുറകിൽ ഒരു അടി കൊടുത്തപ്പോ കിരൺ നിലത്തേക്ക് വീണത്. സത്യം പറഞ്ഞ സാർ എന്നോടാ നന്ദി പറയേണ്ടത്, ഞാൻ അയച്ച ഗുണ്ടയാ കിരണിനെ കറക്റ്റ് ആയിട്ട് നിലത്തേക്ക് ഇട്ടത്. അപ്പോഴേക്കും രാഹുൽ ഇങ്ങനെ ഗംഗപ്രസാദിനെ നോക്കുവാട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ, അതെ സാറിനൊന്നും മനസ്സിലാവില്ല, ഒരു കാര്യം മാത്രം ഞാൻ പറയാം, സാറിന്റെയും എന്റെയും പൊതുശത്രു ഒന്നാണ്. സാറിന് വേണ്ടത് സ്വത്തുക്കളാണ്, സ്വന്തം പെങ്ങളുടെ സ്വത്തുക്കൾ. എനിക്കും വേണ്ട സ്വത്തുക്കളാണ് എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ. കോടിക്കണക്കിന് വരും, കോടിക്കണക്കിന്. പക്ഷെ അതെല്ലാം തന്നെ ഇപ്പോ എന്റെ കയ്യിലല്ല, പക്ഷെ അതെനിക്ക് എന്റെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു സമയം വരും. അതിനെ വേണ്ടിയാണ് ഞാൻ ചെന്നൈന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ സാർ അത്ര അറിഞ്ഞാൽ മതി, നമുക്ക് ഇനിയും കാണണം. പിന്നെ ഞാൻ വിളിക്കുമ്പോ സാർ ഫോൺ എടുക്കണം എന്ന് ഗംഗപ്രസാദ് പറയാണ്. തീർച്ചയായിട്ടും എടുക്കാം. അപ്പൊ നമ്മൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. നമ്മുടെ രണ്ടുപേരുടെ ഉദ്ദേശം ഒന്നാണ്. എന്തായാലും സാർ എന്റെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ എന്റെ ഉദ്ദേശം നടത്തും, അതുവഴി സാറിനും ഗുണമേ ഉണ്ടാകുള്ളൂ എന്ന് ഗംഗപ്രസാദ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. രാഹുലിനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചിരിക്കണുള്ളൂ കേട്ടോ. പുതിയൊരു ശത്രു, ഒരു മിത്രത്തെയും കൂടി കിട്ടിയില്ല, അതിന്റെ ഒരു സന്തോഷം രാഹുലിന്റെ മുഖത്തുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷാരിനെയാണ്. ഷാരി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിലത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് സരിയോ മുകളിൽ നിന്നിട്ട് ഭയങ്കര സന്തോഷത്തിന് ഇങ്ങനെ ഓടിച്ചാടി വരുവാട്ടെ. അമ്മേ എന്ന് പറഞ്ഞ് വരുവാണ്. എന്താ മോളെ? അതെ മോള് നല്ല ഉറക്കമാണ്, നമുക്കൊന്ന് അപ്പുറത്ത് വരെ പോയിട്ട് വന്നാലോ? ഇപ്പോഴോ? അതെ വേണ്ട മോളെ,
വേണ്ട മോളെ എന്ന് ഷാരി പറയണ്ട. അപ്പൊ സരയു പറയണ്ട, അമ്മേ ഇതുപോലത്തെ ഒരു അവസരം നമുക്കിനി കിട്ടില്ല അമ്മേ, നമുക്കൊന്ന് അവനെ പോയിട്ട് ഒന്ന് സന്തോഷിച്ചിട്ട് വരാം അമ്മേ എന്ന് പറയാണ്. അത് പറ്റില്ല മോളെ, അവിടെ ചന്ദ്രസേനോ രൂപ എങ്ങാനും ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു എന്ന് പറയാണ്. അമ്മേ അവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ, നമ്മൾ അവനങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ ഒന്ന് കാണാൻ പോവല്ലേ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് സന്തോഷത്തോടെ പോകണ്ട, നമുക്ക് സങ്കടം അഭിനയിച്ചിട്ട് പോവാം. അമ്മേ അതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്, അമ്മ വന്നേ നോക്കട്ടെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാരി ജനലരികെ കൂടി നോക്കുമ്പോഴേക്കും അവിടെ വണ്ടി ഒന്നും കിടക്കുന്നില്ല. മോളെ അവിടെ മുറ്റത്ത് വണ്ടി ഒന്നുമില്ല. അപ്പൊ കിരണും ആ കല്യാണിന്റെ അമ്മയും മാത്രം അവിടെ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. അതാ പറഞ്ഞ് നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാന്നേ എന്ന് പറഞ്ഞ വാതിലൊക്കെ ലോക്ക് ഇട്ടതിന് ശേഷം കിരണിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. ആ സമയത്ത് കിരൺ ഒരു ജ്യൂസ് ഒക്കെ ആയിട്ട് നമ്മുടെ ദീപ അങ്ങോട്ടേക്ക് വരുവാണ്. മോനെ ഈ ജ്യൂസ് കുടിക്കും, മോനെ നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയാണ്. ആ കുടിക്ക് കിരണേട്ടാ എന്ന് കല്യാണിയും പറയണ്ട. ആ സമയത്ത് കിരൺ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് വാതിൽ ആരും മുട്ടെന്ന് വെച്ചാൽ കല്യാണി ആരാന്ന് പോയി നോക്കിയേ എന്ന് പറയുമ്പോ കല്യാണി വേണ്ട അമ്മ പോയി നോക്ക് എന്ന് പറയാണ്. അങ്ങനെ കിരൺ വീണ്ടും കയ്യിലെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ കിടക്കുവാട്ടോ. ആ സമയത്ത് ദീപ വാതിൽ തുറക്കുമ്പോഴേക്കും സരയുവിനെ ഷാരിനെയാണ് കാണുന്നത്. അയ്യേ നിങ്ങൾ ഇതിന് ഇവിടെ വന്നത്? ഞാൻ എന്റെ അനന്തരവനെ കാണാൻ വേണ്ടി വന്നതാ ദീപേ. എന്തിനാ കാണാൻ വേണ്ടി വന്നത്? സന്തോഷിക്കാനായിട്ടായിരിക്കും അല്ലെ? അയ്യോ അങ്ങനെ പറയല്ല ദീപേ, ശത്രുക്കളാണെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോ അങ്ങനെ സന്തോഷിക്കാവോ? അതെ, ഇത് മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ ചിലപ്പോ എനിക്ക് സങ്കടവും സഹതാപമൊക്കെ തോന്നിയ, പക്ഷെ നിങ്ങൾ പറഞ്ഞോണ്ട് എനിക്കൊന്നും തോന്നില്ല. ഇതിന്റെ എല്ലാം കാരണക്കാരനെ നിന്റെ ഭർത്താവാടി എന്ന് ഷാരി എടുത്ത് ദീപ പറയാണ്. അപ്പൊ ഷാരി പറഞ്ഞിട്ട് അയാൾക്ക് വട്ടാണെന്ന് അറിയില്ല ദീപേ. അയാൾക്ക് വട്ടുമില്ല, ഒരു മണ്ണാങ്കട്ടേ ഇല്ല, വട്ടൊക്കെ അയാൾ അഭിനയിക്കുക എന്ന് പറയാണ്. നിങ്ങളും എല്ലാം കണക്ക് തന്നെയാ, എന്തായാലും എന്റെ മരുമോനെ കാണാൻ നിങ്ങൾ ഇതിനകത്ത് കേറ്റില്ല എന്ന് ദീപ പറയാണ്. സരയു പറഞ്ഞു അതെങ്ങനെ ശരിയാവും കല്യാണിയുടെ അമ്മേ, ഞങ്ങളുടെ സ്വന്തം ആളല്ലേ കിരൺ, എന്റെ അപ്പച്ചിയുടെ മോനല്ലേ കിരൺ, എനിക്ക് ഞങ്ങൾക്ക് എന്തായാലും അവനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കല്യാണി അങ്ങോട്ടേക്ക് വരുവാണ്. ആരാ അമ്മേ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോഴേക്കും നിങ്ങളായിരുന്നോ? കല്യാണി മോളെ ഞങ്ങൾക്കൊന്ന് കിരണിനെ കാണണം. പറ്റില്ല എന്ന് ദീപ പറയാണ്. അമ്മേ അവര് കണ്ടോട്ടെ എന്ന് പറയണ. കിരണേട്ടനെ നമ്മളെ കണ്ടിട്ട് ആരെ കണ്ടു പരിചയം പോലും തോന്നുന്നില്ല. ചിലപ്പോ ശത്രുക്കളെ കണ്ട കിരണേട്ടനെ ബോധം കിട്ടിയാലോ, ചിലപ്പോ പരിചയം തോന്നിയാലോ, അതുകൊണ്ട് കാണട്ടെ അമ്മേ എന്ന് കല്യാണി പറയാണ്. അങ്ങനെ സരിയും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. സരിയും മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഇനി ഞങ്ങളെങ്ങനെ കണ്ട അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടോ, പണിയാകോ എന്നൊക്കെ പേടിച്ചിട്ടാണ് സരിയും അകത്തേക്ക് കയറുന്നു കേട്ടോ. കിരൺ അങ്ങനത്തെ കിടപ്പ് അങ്ങനെ തന്നെ കിടക്കുവാണോ? അയ്യോ മോനെ നിനക്ക് എന്തു പറ്റിയടാ എന്റെ പൊന്നു മോനെ, നിനക്ക് ഈ അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോടാ. ആ സമയത്ത് കിരൺ ചോദിക്കണ്ട ആരാ? അയ്യോ നിനക്കെന്നെ മനസ്സിലായില്ലേ, ഞാനാടാ നിന്റെ ആന്റിയാടാ ഷാരി. ദേ സരയോ നിൽക്കുന്നു. കിരണേ എടാ ഇത് ഞാനാടാ സരയോ, ആരാ എന്ന് കിരൺ വീണ്ടും ചോദിക്കണം. അയ്യോ ആരും ഓർമ്മയില്ലല്ലോ ഈശ്വര എന്റെ കുഞ്ഞിന് എന്ന് ഷാരി പറയാണ്. ആ സമയത്ത് കല്യാണി പറഞ്ഞിട്ട് കിരണേട്ടാ ഇത് കിരണേട്ടന്റെ ആന്റിയുടെ മോളുമാണ്, അതിന് നീ ആരാ എന്ന് കല്യാണി ചോദിക്കുമ്പോ കല്യാണി അയ്യോ കിരണേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാട്ടോ. സരയനും ഷാരിക്ക് സന്തോഷം വരുവാണ്. ദീപ പറയണ്ട കണ്ടല്ലോ ഇനി പോവാൻ നോക്ക് എന്ന് പറയുമ്പോ താര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷാരി ചോദിക്കണ താരെ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഇതുവരെ താരനെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ദീപ ചോദിക്കണം. ഇല്ല കണ്ടില്ല, ഇവളിവിടെ നിക്കാതെ കണ്ടില്ല എന്നാ പറഞ്ഞത്. എന്തായാലും കിരണെ കണ്ടല്ലോ, പോവാൻ നോക്ക്, ഇനി മേലാൽ എങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്ന് ദീപ പറയാണ്. അയ്യോ അതെങ്ങനെ ശരിയാവും ദീപേ, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞല്ലേ കിടക്കണത്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരിയും സരി അവിടുന്ന് പതുക്കെ പരസ്പരം മുഖത്തോട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാട്ടോ. ശേഷം കല്യാണി വാതിലടക്കുന്നുണ്ട്. കിരണിനാണെങ്കിൽ ചിരി വരുവാണ്. രണ്ടും കൂടി വന്നിരിക്കുക, സങ്കടം അഭിനയിച്ച് സന്തോഷം പങ്കുവെക്കാനായിട്ട് എന്ന് പറയുമ്പോ അവരുടെ സ്വഭാവം നമുക്ക് അറിയാലോ. കിരട്ടെ സന്തോഷിക്കട്ടെ, രണ്ടും അങ്ങനെ സന്തോഷിക്കട്ടെ എന്നിങ്ങനെ പറയുന്നിടത്താണ്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.